അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് 14ാമത്തെ ചോദ്യമാണ്. സോ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്. ഫൈൻഡ് ദ നമ്പേഴ്സ് എ ആൻഡ് ബി സച്ച് ദാറ്റ് എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു ക്യാപിറ്റൽ എ പ്ലസ് ബി ഇൻറ്റു ഐ ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. സോ ഈ ഒരു വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എ ബി എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്, തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ് എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു ക്യാപിറ്റൽ എ പ്ലസ് ബി ഇൻറ്റു ഐ ഈക്വൽ ടു 0 ആണ്. ഈ ഒരു ഇക്വേഷനകത്തുള്ള ഓരോ ടേമിനും പകരം എന്ത് ചെയ്യുക, വാല്യൂ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യാൻ പോവുക. സോ എ സ്ക്വയറിനെ നമുക്ക് മാറ്റി എ ഇൻറ്റു എ എന്ന് എഴുതാൻ പറ്റും. എ ഇൻറ്റു എ ആണ് എ സ്ക്വയർ. സോ എ ഇൻറ്റു എ എന്ന് എഴുതി അതിൽ വാല്യൂ കൊടുത്തു. ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട്. സോ എ ഇൻറ്റു എ അതാണ് എ സ്ക്വയർ പ്ലസ് അടുത്ത ടൈം എ ഇൻറ്റു ക്യാപിറ്റൽ എ ആണ്. സോ എ ഇൻറ്റു ക്യാപിറ്റൽ എ എന്ന് വെച്ചാൽ നമ്മുടെ മെട്രിക്സ് എ ആണ്, അതിന് വാല്യൂ കൊടുത്തു. പ്ലസ് ബി ഇൻറ്റു ഐ ആണ് അടുത്ത ടൈം. സോ ബി ഇൻറ്റു ഐ എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. 2/2 ആയിട്ടുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് 1001 ആണ്. അതിനിവിടെ വാല്യൂ എടുത്തു. റൈറ്റ് സൈഡ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇവിടെയും ഇക്വേറ്റ് ചെയ്തു 0യ്ക്ക്. അടുത്തായിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് മെട്രിക്സുകളുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുക, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. റോ എടുത്ത് കോളത്തിൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ടൈം 9+2, അടുത്ത ടൈം 6+2, അടുത്ത ടൈം 3+1, അടുത്ത ടൈം 2+1 എന്ന് കിട്ടും. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എ കൊണ്ട് നമുക്കൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ ടൈമിനെയും ഗുണിച്ചെഴുതുക. എ ഇൻറ്റു 3 3 എന്ന് വരും. എ ഇൻറ്റു 2 2a, എ ഇൻറ്റു 1 എ, എ ഇൻറ്റു 1 എ എന്ന് കിട്ടി. ഇവിടെ അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, ബി കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ ഓരോ ടേമിനെയും ഗുണിച്ചെഴുതുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ബി 0 0 ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടും. റൈറ്റ് സൈഡ് ഈക്വൽ ടു 0 ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇവിടെ ഈ 9+2 11 ആണ്. അതുപോലെ എന്ത് ചെയ്യുക, ഓരോ ടേം ആഡ് ചെയ്ത് എഴുതുക. അപ്പോൾ നിങ്ങൾ അതൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് കണ്ട 11 8 4 3 എന്ന് പറയുന്ന ആദ്യത്തെ മെട്രിക്സും, ഇപ്പോൾ രണ്ടാമത്തെ രണ്ട് മെട്രിക്സ് 2-3 മെട്രിക്സുകൾ ആഡ് ചെയ്ത് 3a + b 2a a + b എന്ന 4 ടേം കിട്ടും. റൈറ്റ് സൈഡ് ഈക്വൽ 0 ആണ്. അപ്പോൾ 0 നമുക്ക് 0 മെട്രിക്സ് എന്ന് വെച്ചാൽ 0 0 0 0 ആണ്. സോ ആ 0 മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 0 മെട്രിക്സിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. വീണ്ടും നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് മെട്രിക്സുകളുടെ സമ്മാണ്. വീണ്ടും എന്ത് ചെയ്യുക, ഈ രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യുക, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ 11 + 3a + b ആയിരിക്കും ആദ്യത്തെ ടീം. ഇവിടെ എന്ത് ചെയ്യുക, അടുത്ത ടീമുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 8ഉം 2aയും കൂടെ ആഡ് ചെയ്യുക, 8 + 2a. ഇവിടെ 4 + a എന്ന് വരും അടുത്ത ടീം. ലാസ്റ്റ് ടൈം 3 + a + b എന്നായിരിക്കും കിട്ടുക. സോ ഈക്വൽ നമ്മുടെ ഈ ഒരു മെട്രിക്സ്, അതുപോലെ നമ്മുടെ 0 മെട്രിക്സ്. ഇനി പറയുന്ന കാര്യം, രണ്ട് മെട്രിക്സുകൾ ഇവിടെ ഈക്വലാണ് വന്നേക്കുക. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ അതിലെ കറസ്പോണ്ടിങ് എലമെൻസും ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടുത്തെ ആദ്യത്തെ ടൈം a11ഉം ഇവിടുത്തെ ആദ്യത്തെ ടൈം a11ഉം ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇവിടുത്തെ ടൈം ആദ്യത്തെ a12ഉം ഇവിടുത്തെ ആദ്യത്തെ ടൈം a12ഉം ഈക്വൽ ആയിരിക്കും. അങ്ങനെ സോ എല്ലാ ടൈംസും എന്തായിരിക്കും, ഈക്വൽ ആയിട്ടായിരിക്കും വരിക. സോ നമുക്കത് ഇക്വേറ്റ് ചെയ്ത് ഓരോ ടൈമായിട്ട് ഇക്വേറ്റ് ചെയ്ത് അതിൽ നിന്ന് എയുടെയും ബിയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് നമുക്കിവിടെ സിമ്പിളായിട്ട് ചെയ്യാം. 4aയുടെ വാല്യൂ ആണ് ഇവിടുത്തെ a21 എന്ന് പറയുന്ന എലമെൻറ്റും ഇവിടുത്തെ a21 ഇക്വേറ്റ് ചെയ്യുക. 4aയുടെ വാല്യൂ എന്തായിരിക്കും, 0ക്ക് ഈക്വൽ ആയിരിക്കും. സോ എന്താ, ഇവിടുന്ന് 4a = 0 എന്ന് കിട്ടി. അതിൽ നിന്ന് എയുടെ വാല്യൂ വേണം. സോ ഈ ഒരു 4 ഇപ്പുറം വെച്ച് കഴിഞ്ഞാൽ +4 ഇപ്പുറം വന്നാൽ -4 എന്നാവും. സോ അതിൽ നിന്ന് എയുടെ വാല്യൂ -4 എന്ന് കിട്ടി. സോ എയുടെ വാല്യൂ ആയി. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ബിയുടെ വാല്യൂ വേണ്ടേ. സോ അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ എടുത്തേക്കുക 3a + b എന്ന ടൈമാണ്. സോ 3a + b എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിന് നമ്മൾ എന്ത് ചെയ്തു, ഇവിടുത്തെ കറസ്പോണ്ടിങ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. സോ ഇവിടെ എയുടെ വാല്യൂ ഓൾറെഡി നമുക്ക് കിട്ടിയിരുന്നു, -4 ആണ്. അവിടെ എയുടെ വാല്യൂ -4 കൊടുത്താൽ ബിയുടെ വാല്യൂ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ 1 എന്ന് കിട്ടി. സോ എന്തായിരിക്കും, എയുടെ വാല്യൂ -4ഉം ബിയുടെ വാല്യൂ +1ഉമാണ് കിട്ടിയത്. ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്തു തന്ന മെത്തേഡ്. അപ്പോൾ ബാക്കി ഒരു 15ാമത്തെയും 16ാമത്തെയും ചോദ്യം നിങ്ങൾ ചെയ്ത് നോക്കണം. അതായത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്കത് ഈ ഒരു വീഡിയോയിൽ എടുത്തു വെക്കാൻ പാടായിരിക്കും. സോ നമ്മൾ ചെയ്തു വന്ന അതേ മെത്തേഡ്, നേരത്തെ ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻ്റെ സെയിം മോഡലാണ്. അവിടെ വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ അതൊരു 3/3 ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റെപ്പ് വരുമെന്നേ ഉള്ളൂ. ബാക്കി ആദ്യമേ ഉള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ മെറ്റീരിയൽ കിടപ്പുണ്ട്. സോ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാവുള്ളൂ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നത് 17ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ലെറ്റ് എ ബി എ നോൺ സിംഗുലാർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3/3, ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജ് എ ഈസ് ഈക്വൽ ടു. സോ നമുക്ക് വേണ്ടത് ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജ് എ ആണ്. എ എന്ന് പറയുന്നൊരു നോൺ സിംഗുലാർ ആയിട്ടുള്ള സ്ക്വയർ മെട്രിക്സ് ആണെന്ന് പറയുന്നു. സോ നോൺ സിംഗുലാർ ആണെങ്കിൽ തന്നെ ഇൻവേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ സ്ക്വയർ മെട്രിക്സുമാണ്. അതിൻ്റെ ഓർഡർ 3/3 ആണ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജ് എയുടെ വാല്യൂ ആണ് വേണ്ടത്. സോ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. ഫോർ എനി n/n മെട്രിക്സ്, അതായത് n/n ഓർഡറുള്ള, n/n എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും, ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഏതൊരു സ്ക്വയർ മെട്രിക്സിനും ഡിറ്റർമിനൻറ്റ് അഡ്ജ് എ, ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് a⁻n−1 ആയിരിക്കും. ഇവിടെ n എന്ന് വെച്ചാൽ അതിൻ്റെ ഓർഡറാണ്. സോ എന്ത് ചെയ്യും, ഇവിടെ പറഞ്ഞേക്കുന്ന 3/3 ഓർഡറുള്ള മെട്രിക്സാണ്. സോ അതിൻ്റെ എന്നിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 3 ആയിരിക്കും. സോ നമ്മളിവിടെ അഡ്ജ്, ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജ് എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് 3-1 ആയിരിക്കും. ഡിറ്റർമിനൻറ്റ് എയുടെ പവറിൽ 3-1 എന്ന് വരും. സോ 2 ആയിരിക്കും. സോ ഡിറ്റർമിനൻറ്റ് a⁻2 ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയാം. സോ അത് നോക്കി വെച്ചേക്കുക. ബാക്കി ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഒരു 4.5 ആണ് ചെയ്ത് നിർത്തിയത്, 5ാമത്തെ എക്സസൈസ്. ഇനി ഒരെണ്ണം കൂടെ ഇതിനകത്തുള്ളൂ, 6ാമത്തെ ഒരു എക്സസൈസ് കൂടെ, അതിലൊരു 10 ക്വസ്റ്റ്യനോളം വരും. സോ ഇതുവരെ ചെയ്ത് വന്നതെല്ലാം നിങ്ങൾ റിപ്പീറ്റ് വീണ്ടും നോക്കുക, ഇടയ്ക്കിടയ്ക്ക് നോക്കി വെക്കുക. പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ചെയ്ത് തന്നെ വരും. ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ വിടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കി തന്നെ പറഞ്ഞാൽ ആദ്യം മുതൽ തന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് ക്ലിയർ ചെയ്ത് സമയം എടുത്ത് തന്നെ ചെയ്യുക. ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ അടുത്തൊരു സെക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. സോ നമ്മുടെ ഡിറ്റർമിനൻസിൻ്റെ ഏറ്റവും അവസാനത്തെ എക്സസൈസാണ് സൊല്യൂഷൻസ് ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ പറയുന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് ഇക്വേഷൻസ്, 2 അല്ലെങ്കിൽ 3 ലീനിയർ ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ നമുക്കൊരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ 3 ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുക എന്ന് വെച്ചാൽ ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് എക്സിൻ്റെ വാല്യൂവിലേക്ക് എത്തുക. അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയാം. സോ ഒരു 3 ഇക്വേഷൻ അല്ലെങ്കിൽ 2 ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ x, y, z വേരിയബിൾസ് ഉള്ള ഇക്വേഷനിൽ നിന്ന് എങ്ങനെ നമുക്കൊരു സൊല്യൂഷനിലേക്ക് എത്താം, അത് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്. സോ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താണ്ടെ ആദ്യത്തെ ഒരു ഇക്വേഷൻ a1x + b1y + c1z = d1 എന്നും, രണ്ടാമത്തെ ഇക്വേഷൻ a2x + b2y + c2z = d2 എന്നും, a3x + b3y + c3z = d3. ഇവിടെ d1ഉം d2ഉം d3 എല്ലാം കോൺസ്റ്റൻറ്റുകളാണ്. ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻ വിചാരിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയാം. സോ ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതായത് എക്സിൻ്റെയും ഇവിടെ വേരിയബിൾസ് എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. സോ ഈ വേരിയബിൾസ് ആയിട്ടുള്ള എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ നോക്കുക. സോ നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് 3 മെട്രിക്സുകൾ ഫോം ചെയ്യണം. ഈ തന്നിരിക്കുന്ന 3 ഇക്വേഷനിൽ നിന്ന് ഒരു 3 മെട്രിക്സ് ഫോം ചെയ്യാം. അപ്പോൾ ആദ്യത്തെ മെട്രിക്സ് നമ്മൾ എ എന്ന് പേര് കൊടുക്കുന്നു. സോ എയുടെ മെട്രിക്സിനകത്ത് വരുന്ന എൻട്രീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോഎഫിഷ്യൻറ്റുകളായിരിക്കും. സോ ഇവിടെ a1ഉം b1ഉം c1ഉം എടുത്ത് എന്ത് ചെയ്തു, ആദ്യത്തെ റോ ഫില്ല് ചെയ്യുന്നു. അതുപോലെ a2 b2 c2 ഇത് 3 എടുത്ത് നമ്മൾ രണ്ടാമത്തെ റോ ഫില്ല് ചെയ്യുന്നു. അതുപോലെ a3 b3 c3 എന്നിവ 3 എലമെൻറ്റുകൾ എടുത്തിട്ട് മൂന്നാമത്തെ ഒരു റോയിൽ നമ്മൾ എന്ത് ചെയ്തു, ഫില്ല് ചെയ്തു. സോ ഇതായിരിക്കും നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇപ്പോൾ ഇവിടെ എക്സ് വൈ ഇസഡ് 3 വേരിയബിൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ എന്താ ഒരു 3/3 മെട്രിക്സ് കിട്ടിയത്. സപ്പോസ് ഇവിടെ എക്സും വൈയും മാത്രമേ ഉള്ളെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് 2/2 വരെ കിട്ടുക. അപ്പോൾ 2 ഇക്വേഷനെ കാണത്തുള്ളൂ, എക്സും വൈയും മാത്രമേ കാണൂ വേരിയബിളായിട്ട്. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. അത് ക്വസ്റ്റിൻ്റെ ഇക്വേഷൻ തരുന്ന ഇക്വേഷൻ അനുസരിച്ച് മാറും. സോ അടുത്തായിട്ട് എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. ഇതെപ്പോഴും ഒറ്റ കോളം മാത്രമല്ല, എക്സ് വൈ ഇസഡ് എൻട്രീസ് ഉള്ള ഒരു മെട്രിക്സ് ആയിരിക്കും. ഇതെപ്പോഴും ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ ഏതെന്ന് വന്നാലും നമ്മളെപ്പോഴും എടുക്കേണ്ടത് x = x, y, z എന്ന് തന്നെയാണ്. അതിന് വ്യത്യാസമൊന്നുമില്ല. അടുത്തായിട്ട് ബി എന്ന് പറയുന്ന 3ാമത്തെ മെട്രിക്സ്. സോ അവിടെ വരുന്ന എൻട്രീസ് എന്ന് വെച്ചാൽ d1 d2 d3. അതായത് നമ്മുടെ ഇക്വേഷനകത്ത് റൈറ്റ് സൈഡിലുള്ള കോൺസ്റ്റൻറ്റുകൾ d1ഉം d2ഉം d3യും അത് കോളം വൈസ് എഴുതി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒറ്റ കോളം മാത്രമുള്ള ഒരു മെട്രിക്സ് ഫോം ചെയ്യുന്നു. അതായിരിക്കും നമ്മുടെ ബി എന്ന് പറയുന്ന മെട്രിക്സ്. സോ നമുക്കിവിടെ എ ഉണ്ട്, എക്സ് ഉണ്ട്, അതുപോലെ ബി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എക്സിൻ്റെ വാല്യൂ വേണ്ടേ, അതായത് എക്സ് വൈ ഇസഡുകളുടെ വാല്യൂ വേണം. സോ നമ്മുടെ സൊല്യൂഷൻ ഇങ്ങനെയാണ്, x = a ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. അതായത് എ ഇൻവേഴ്സിനെ, എ എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ ഉണ്ട്, എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു എക്സ് എന്ന് പറയുന്ന സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഇതുപോലൊരു മെട്രിക്സ് ഫോം ചെയ്യണം. ശേഷം അതിൻ്റെ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കിട്ടുന്ന ആൻസറായി നമ്മുടെ സൊല്യൂഷൻ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ നമുക്കിവിടെ 1ാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. നമ്മുടെ എക്സസൈസ് 4.6 ആണ്. സോ
ഇവിടെ തന്നേക്കുന്ന ആദ്യത്തെ ഇക്വേഷൻ ഇതാണ് എക്സ് പ്ലസ് 2y = 2 എന്നും അതുപോലെ 2x പ്ലസ് 3y = 3 എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സും വൈയും മാത്രമേ വേരിയബിൾ ആയിട്ടുള്ളൂ. രണ്ട് ഇക്വേഷനകത്തും എക്സും വൈയും മാത്രമേ വേരിയബിൾ ഉള്ളൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, എക്സാമിൻ ദ കൺസിസ്റ്റൻസി ഓഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്നാണ്. തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ കൺസിസ്റ്റൻസി മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. സോ നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞ പോലെ ആദ്യമേ എ എക്സ് ബി എന്ന് പറയുന്ന 3 മെട്രിക്സുകളാണ് നമ്മൾ ആദ്യം ഫോം ചെയ്യേണ്ടത്. എ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ എക്സും വൈ മാത്രമേ ഉള്ളൂ വേരിയബിൾ. സോ എന്ത് ചെയ്യുക, ആ എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻറ്റുകൾ എടുത്ത് വെച്ച് എന്ത് ചെയ്യുക, ഒരു മെട്രിക്സ് ഫോം ചെയ്യുന്നു. സോ ആദ്യത്തെ ഇക്വേഷൻ ഇതാണ് എക്സ് പ്ലസ് 2y = 2. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1ഉം വൈയുടെ കോഎഫിഷ്യൻറ്റ് 2ഉമാണ്. സോ 1ഉം 2ഉം എന്ത് ചെയ്തു, ഒന്നാമത്തെ റോയിൽ ഫില്ല് ചെയ്തു. ഈ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2ഉം വൈയുടെ കോഎഫിഷ്യൻറ്റ് 3ഉമാണ്. സോ ഈ 2ഉം 3 എന്ത് ചെയ്തു, സെക്കൻഡ് റോയിൽ എടുത്തു. അപ്പോൾ ഇവിടെ എക്സും വൈയും വേരിയബിൾ മാത്രമായതുകൊണ്ടാണ് എന്ത് ചെയ്തത്, 2/2 മെട്രിക്സ് കിട്ടിയത്. അതായത് വരിക എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. സോ നമ്മൾ പറഞ്ഞു അതെപ്പോഴും കോൺസ്റ്റൻ്റ് എന്താ, ഇവിടെ 2 വേരിയബിളേ ഉള്ളൂ, അതുകൊണ്ട് എക്സ് വൈ മാത്രം വരുന്നു എലമെൻറ്റ്സ്. സോ അടുത്ത ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാസ്റ്റ് കോൺസ്റ്റൻ്റ് ഇവിടെ എടുക്കണ്ടേ. സോ ഇവിടുത്തെ ലാസ്റ്റ് കോൺസ്റ്റൻ്റ് ഇതാ ഇക്വേഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡ് 2 ഉണ്ട്, അതുപോലെ ഇവിടെ റൈറ്റ് സൈഡിലുള്ള 3 ആണ്. സോ ആ 2ഉം 3ഉം കോളം വൈസ് എഴുതി നമ്മൾ എന്ത് ചെയ്തു, മൂന്നാമത്തെ ബി എന്ന് പറയുന്ന മെട്രിക്സും ഫോം ചെയ്തു. ഇപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആണ് എങ്കിൽ എന്തായിരിക്കണം, അതിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഇൻവേഴ്സ് ഉണ്ടാവണം. ആദ്യം എന്ത് ചെയ്യുക, ഇൻവേഴ്സ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. അപ്പോൾ ഇൻവേഴ്സ് ഉണ്ടായിരിക്കണമെങ്കിലുള്ള കണ്ടീഷൻ ഇതാണ്, ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സോ ഡിറ്റർമിനൻ്റ് ഇതാ കിട്ടിയ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എടുക്കുക, അത് നമുക്ക് കിട്ടുക -1 എന്നാണ്. സോ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഉറപ്പായിട്ട് എന്ത് കാണും, അതിനൊരു ഇൻവേഴ്സ് കാണും. ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും. സോ ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണ്. ഇൻവേഴ്സ് ഉണ്ട്, അതാണ് ആദ്യം നോക്കേണ്ട കാര്യം. അതുപോലെ സൊല്യൂഷൻ ഉണ്ടെങ്കിലാണ് എന്താവുക, തന്നിരിക്കുന്ന ഇക്വേഷൻസ് കൺസിസ്റ്റൻ്റ് ആവുക. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ ചോദ്യമാണ്. സോ 2 ഇക്വേഷൻ ഉണ്ട്, എക്സ് പ്ലസ് 3y = 5ഉം അതുപോലെ 2x പ്ലസ് 6y = 8ഉമാണ്. സോ തന്നേക്കുന്ന 2 ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദ്യം. സോ നമുക്കിവിടെ ആദ്യമേ നമ്മുടെ ഇക്വേഷൻ്റെ ഫോം ഇതാണ്, AX = B എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റുക. സോ ഇവിടെ എയും എക്സും ബി ഈ 3 ടേംസ് വേണം. സോ എ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഇപ്പം എക്സ് വൈ 2 വേരിയബിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ 2 വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ എടുത്തുകൊണ്ട് ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും ഫോം ചെയ്യേണ്ടത്. സോ ഇവിടെ ആദ്യത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1ഉം വൈയുടെ കോഎഫിഷ്യൻറ്റ് 3ഉമാണ്. സോ 1ഉം 3ഉം ആദ്യത്തെ റോയിൽ എഴുതി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2ഉം വൈയുടെ കോഎഫിഷ്യൻറ്റ് 6ഉമാണ്. സോ അവിടെ നിന്ന് 2ഉം 6ഉം എടുത്ത് രണ്ടാമത്തെ റോയിൽ എഴുതി. സോ എ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി, ഒരു 2/2 മെട്രിക്സ്. അടുത്തിട്ട് നമുക്ക് വേണ്ടത് എക്സ് എന്ന് പറയുന്ന ടൈമാണ്. സോ എക്സ് എപ്പോഴും ഇത് തന്നെ ആയിരിക്കും, എക്സ് വൈ. ഇവിടെ 2/2 ആയതുകൊണ്ട് 2 ടൈമേ വരൂ, എക്സും വൈയും മാത്രം വരുന്ന ഒരു മെട്രിക്സ് ആയിരിക്കും എക്സ് എന്ന് പറയാം. അടുത്തായിട്ട് ബി എന്ന് പറയുന്ന മെട്രിക്സ് ആണ് വേണ്ടത്. അപ്പം ബി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു ലാസ്റ്റ് വരുന്ന കോൺസ്റ്റൻറ്റുകൾ എടുത്തിട്ടാണ് എഴുതേണ്ടത്. ഇവിടെ കോൺസ്റ്റൻറ്റ് 5ഉം ഉണ്ട്, അതുപോലെ 8ഉം ഉണ്ട്. സോ എന്ത് ചെയ്യുക, 5, 8 ആയിരിക്കും ബി എന്ന് പറയുന്ന മെട്രിക്സിൽ വരുന്ന ടേംസ്. അപ്പം എയും എക്സും ബിയുമായി. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇതാണ്, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. അതിനു മുമ്പ് എന്ത് ചെയ്യണം, ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് അതിൽ നിന്ന് ഡിറ്റർമിനൻ്റ് വാല്യൂ എടുക്കുകയാണ്. സോ 2/2 ആയതുകൊണ്ട് എന്താ മതി, ഡയഗണൽ വൈസിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ വ്യത്യാസം എടുക്കുക. സോ 1 × 6 6 മൈനസ് 2 × 3 6 എന്ന് വരും. സോ 6 - 6ൻ്റെ വാല്യൂ 0ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മെട്രിക്സിന് എന്തില്ല, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നാണ്. സോ നമുക്ക് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നാണ് വരിക. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാര്യം ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ 0 ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അടുത്തായിട്ട് കൺസിസ്റ്റൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം അഡ്ജോയിൻറ്റ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞ ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. അഡ്ജ് എ ഇൻറ്റു ബി കണ്ടുപിടിക്കുക ഡിറ്റർമിനൻ്റ് 0 ആയിക്കഴിഞ്ഞാൽ. ഡിറ്റർമിനൻ്റ് 0 അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് നേരത്തെ ചെയ്ത പോലെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ സൊല്യൂഷൻ ഉണ്ടെന്നായിരിക്കും കിട്ടുക, നമുക്ക് സൊല്യൂഷൻ വേണമെങ്കിൽ അതും കണ്ടുപിടിക്കാം. സോ ഇവിടെ സൊല്യൂഷൻ ഉണ്ടോ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ 0 ആയിക്കഴിഞ്ഞാൽ
അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്ജ് എ ഇൻറ്റു ബി കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ അഡ്ജ് എയും വേണം, അതുപോലെ ബി എന്ന ടൈം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അഡ്ജ് എയുടെ വാല്യൂ ഇതാണ്ട് മെട്രിക്സ് 6 - 3 - 2 1 അതായത് നമ്മുടെ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അപ്പോൾ നമുക്ക് അഡ്ജോയിൻ്റ് കിട്ടും. ഇനി നമുക്ക് വേണ്ട ടൈം അഡ്ജോയിൻ്റ് എ ഇൻറ്റു ബി എന്ന് പറയുന്ന ടൈമാണ്. സോ എന്ത് ചെയ്യുക, അഡ്ജ് എയുടെ വാല്യൂ കിട്ടി, അതിന് നമ്മൾ എന്ത് ചെയ്തു, ബിയുടെ വാല്യൂ ക്വസ്റ്റിനകത്തുണ്ടായിരുന്നു. സോ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. വീണ്ടും എന്ത് ചെയ്യുക, ഒന്നാമത്തെ റോ എടുത്ത് ഒന്നാമത്തെ കോളത്തിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ റോ എടുത്ത് രണ്ടാമത്തെ കോളത്തിൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. സോ നമുക്കിവിടെ 6 - 2 എന്ന് പറയുന്ന ടൈം ആയിരിക്കും കിട്ടുക. ഒരു 2 റോയും ഒരൊറ്റ കോളവും മാത്രമുള്ള മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. സോ ഇവിടെ 6 - 2 2 എലമെൻറ്റ്സ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കത്തില്ല, ഒരിക്കലും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അത് 0 അല്ല. ഇവിടെ 6 ഇവിടെ -2 ആണ്. അതൊരിക്കലും എന്താകത്തില്ല, 0ക്ക് ഈക്വൽ ആകില്ല. അപ്പോൾ ഒരു മെട്രിക്സ് 0 ആകണമെങ്കിൽ അതിൻ്റെ എല്ലാ ടേംസും 0 ആയേ പറ്റുള്ളൂ. സോ ഇവിടെ നോൺ 0 എലമെൻറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മെട്രിക്സ് നോട്ട് ഈക്വൽ ടു 0 നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടിയ അഡ്ജ് എ ഇൻറ്റു ബി എന്ന് പറയുന്ന ടൈം നോട്ട് ഈക്വൽ ടു 0 ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം തന്നിരിക്കുന്ന മെട്രിക്സ് എന്തല്ല, അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻസ് ഇൻകൺസിസ്റ്റൻ്റ് ആണ്, കൺസിസ്റ്റൻ്റ് അല്ല, അതുപോലെ തന്നെ സൊല്യൂഷനും ഇല്ല. സോ ഇവിടെ ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആവുകയോ അല്ലാതാവുകയോ ചെയ്യാം. 2 പോസിബിലിറ്റിയാണുള്ളത്. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണ് എങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും, അത് കൺസിസ്റ്റൻ്റ് അല്ലായിരിക്കും. അതുപോലെ തന്നെ സൊല്യൂഷനും എക്സിസ്റ്റ് ചെയ്യില്ല. അടുത്തായിട്ട് നമ്മൾ ചെയ്യാം 5ാമത്തെ ചോദ്യമാണ്. സോ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ ഇതാണ്, 3x - y - 2z = 2. അതുപോലെ 2y - z = -1. അതുപോലെ 3x - 5y = 3. അപ്പോൾ 3 ഇക്വേഷനാണ് തന്നേക്കുക. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതെന്താണ്, കൺസിസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആദ്യമേ എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് വൈ ഇസഡ് 3 വേരിയബിൾസ് ഇതാ വരിക. അപ്പോൾ 3 വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് എ കിട്ടുന്നത് എന്തായിരിക്കും, 3/3 മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോഎഫിഷ്യൻറ്റുകൾ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് റോ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3 ആണ്, വൈയുടെ കോഎഫിഷ്യൻറ്റ് -1 ആണ്. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് -1 ആണ്. അതുപോലെ ഇസഡിൻ്റെ കോഎഫിഷ്യൻറ്റ് -2 സോ 3 -1 -2, ആ 3യും -1ഉം -2 എടുത്ത് നമ്മൾ ഫസ്റ്റ് റോ ഫില്ല് ചെയ്തു. ഇനി രണ്ടാമത്തെ ഈക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്. കാര്യം എക്സ് എന്ന ടേം ഈ ഈക്വേഷനകത്തില്ല. ആ ടേം ഇല്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആയിരിക്കും. സോ എക്സ് ഇല്ലാത്തത് കൊണ്ട് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്, വൈയുടേത് 2 ആണ്, ഇസഡിൻ്റെത് -1 ആണ്. സോ 0, 2, -1 എടുത്ത് നമ്മൾ രണ്ടാമത്തെ റോ ഫില്ല് ചെയ്തു. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3 ആണ്, വൈയുടെ കോഎഫിഷ്യൻറ്റ് -5 ആണ്, ഇസഡിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ ഇസഡ് എന്ന് പറയുന്ന ടേം ഇല്ല. അപ്പോൾ ഇസഡിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആയിരിക്കും. സോ അതാ 3യും -5ഉം 0യും വെച്ച് മൂന്നാമത്തെ റോ ഫില്ല് ചെയ്തു. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് വേണ്ടത് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എന്തായിരിക്കും, ഇവിടെ 3 വേരിയബിൾ വരുന്നത് കൊണ്ട് എക്സ് വൈ ഇസഡ് ആയിരിക്കും നമ്മുടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്, 3 വേരിയബിൾ ഉള്ളതുകൊണ്ട്. അടുത്തായിട്ട് ബി എന്ന് വെച്ചാൽ ലാസ്റ്റ് വരുന്ന കോൺസ്റ്റൻറ്റ് ടേംസ്, അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മൂന്നാമത്തെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്യുക. സോ ഇവിടെ കോൺസ്റ്റൻറ്റ് വാല്യൂ വരുന്ന ആദ്യത്തെ 2 ഉണ്ട്, അതുപോലെ -1, അതുപോലെ 3, 2 -1 3 വെച്ച് എന്ത് ചെയ്തു, നമ്മൾ മൂന്നാമത്തെ ബി എന്ന് പറയുന്ന മെട്രിക്സും ഫോം ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കൺസിസ്റ്റൻ്റ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാനാണ്. അതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ എ എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഡിറ്റർമിനൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു മെട്രിക്സിനെ ഫസ്റ്റ് റോയിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. സോ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ 3 ആണ്. സോ 3 ഇൻറ്റു ആ 3 വരുന്ന റോയും കോളവും കളഞ്ഞ് ബാക്കി 4 എലമെൻസിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ. സോ അതാണ് 2 × 0 0 -5 × -1 5 എന്ന് വരും. സോ അടുത്ത വാല്യൂ എന്ന് വെച്ചാൽ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് 1, രണ്ടാമത്തെ ടൈം നെഗറ്റീവ് എടുക്കണ്ടേ. സോ -1 എന്ന് വരും, അത് +1 ഇൻറ്റു ആ 1 വരുന്ന റോയും കോളവും കളഞ്ഞ് ബാക്കി 4 എലമെൻസിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ. സോ 0 × 0 0 -3 × -1 -3 ആണ്, 2 മൈനസും കൂടെ +3 എന്ന് വരും. അടുത്ത ടൈം ഇതാ -2, അപ്പോൾ ആ -2 ഇൻറ്റു ആ -2 വരുന്ന റോയും കോളവും കളഞ്ഞ്
ബാക്കി 4 വാല്യൂസിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 0 - r എന്ന് കിട്ടും. ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 0 എന്നാണ്. ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് അഡ്ജ് എ ഇൻറ്റു ബി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അഡ്ജോയിൻ്റ് എ വേണം നമുക്ക് ആദ്യമായിട്ട്. സോ എന്ത് ചെയ്യുക, നിങ്ങൾക്കറിയാം അഡ്ജോയിൻ്റ് എടുക്കണമെങ്കിൽ തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോഫാക്ടേഴ്സ് എല്ലാം കണ്ടുപിടിക്കണം. അതാണ് അവിടെ ആൻസറോട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അറിയാവുന്ന കാര്യമാണ്. സോ ചെയ്ത് നോക്കുക. കോഫാക്ടർ എടുത്ത് കിട്ടിയുന്ന വാല്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്ന മെട്രിക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന കോഫാക്ടർ മെട്രിക്സ് ആണ്. അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, അഡ്ജ് കിട്ടും. സോ എന്താണ്, ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളം, തേർഡ് റോ എടുത്ത് തേർഡ് കോളം എഴുതിയൊക്കെ നമുക്ക് കിട്ടി. ഇവിടെ കിട്ടിയ ഈ എലമെൻ്റാണ് നമ്മുടെ അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ നമുക്കിവിടെ എന്താ അഡ്ജോയിൻറ്റ് ഇൻറ്റു ബി എന്ന് പറയുന്ന ടൈമാണ് വേണ്ടേ. സോ അഡ്ജ് എയുടെ വാല്യൂ ഇവിടെ ഉണ്ട്, അതുപോലെ ബി എന്ന് പറയുന്ന മെട്രിക്സും ഉണ്ട്. സോ രണ്ടും കൂടെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളത്തിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് റോയും സെക്കൻഡ് കോളും, തേർഡ് റോയും തേർഡ് കോളവും, സോ ഫസ്റ്റ് കോളവും. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു മെട്രിക്സ് -5 -3 -6 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, കിട്ടിയ മെട്രിക്സ് എന്തല്ല, എല്ലാ എലമെൻറ്റും നോൺ സീറോ ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഇതൊരു സീറോയ്ക്ക് ഈക്വൽ അല്ലായിരിക്കും. അപ്പോൾ കിട്ടിയ മെട്രിക്സ് നോൺ സീറോ ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സൊല്യൂഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇവിടെ നോട്ട് ഈക്വൽ 0 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ, സൊല്യൂഷൻ ഇല്ല. അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റൻറ്റുമായിരിക്കും. അടുത്തിടെ നമ്മൾ ചെയ്യുക 6ാമത്തെ ചോദ്യമാണ്. സോ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ 5x - y + 4z = 5. രണ്ടാമത്തെ ഇക്വേഷൻ 2x + 3y + 5z = 2. മൂന്നാമത്തെ ഇക്വേഷൻ 5x - 2y + 6z = -1 ആണ്. അപ്പോൾ 3 ഇക്വേഷനുമുണ്ട്. അതുപോലെ തന്നെ x, y, z 3 വേരിയബിളും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യമേ എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് എ എന്ന് വെച്ചാൽ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോയിഫിഷ്യൻറ്റുകൾ എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, റോ വൈസ് ഫില്ല് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനകത്ത് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 5, വൈയുടെ കോയിഫിഷ്യൻറ്റ് -1, ഇസഡിൻ്റെ കോയിഫിഷ്യൻറ്റ് 4 ആണ്. സോ 5ഉം -1ഉം 4ഉം വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് റോ ഫില്ല് ചെയ്തു. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ പോവുകയാണെങ്കിൽ എക്സിൻ്റെ കൂടെ ഉള്ളത് 2 ആണ്, വൈയുടെ കോയിഫിഷ്യൻറ്റ് 3 ആണ്, ഇസഡിൻ്റെ കോയിഫിഷ്യൻറ്റ് 5 ആണ്. സോ ഈ ഒരു 2ഉം 3ഉം 5ഉം വെച്ച് എന്ത് ചെയ്തു, നമ്മൾ രണ്ടാമത്തെ റോ ഫില്ല് ചെയ്തു. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 5, വൈയുടെ കോയിഫിഷ്യൻറ്റ് -2, ഇസഡിൻ്റെ കോയിഫിഷ്യൻറ്റ് 6 ആണ്. സോ 5 -2 6 ഈ 3 ടൈം വെച്ച് നമ്മൾ എന്ത് ചെയ്തു, മൂന്നാമത്തെ റോയും ഫില്ല് ചെയ്തു. ഇനി എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ആണ് വേണ്ടത്. ഇവിടെ 3 x, y, z വേരിയബിൾ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, എക്സും വൈ z ആയിരിക്കും കോളം ബേസിൽ വരിക. സോ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. അടുത്തായിട്ട് ബി ആണ് വേണ്ടത്. അപ്പം ബി എന്ന് വെച്ചാൽ ലാസ്റ്റ് വരുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂസ് വെച്ചാണ് എന്ത് ചെയ്യേണ്ടത്, ബി എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്യേണ്ടത്. സോ ആദ്യത്തെ ഇക്വേഷനകത്ത് ലാസ്റ്റ് D1 അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് 5, രണ്ടാമത്തെ ഇക്വേഷനകത്ത് 2, മൂന്നാമത്തെ ഇക്വേഷനകത്ത് കോൺസ്റ്റൻറ്റ് -1 ആണ്. സോ 5, 2, -1 ഈ 3 വാല്യൂ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റ് ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സും ഫോം ചെയ്തു. അപ്പോൾ നമുക്കിത് കൺസിസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം വേണ്ടത് ഡിറ്റർമിനൻറ്റ് എയുടെ വാല്യൂ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഡിറ്റർമിനൻറ്റ് എ കണ്ടുപിടിക്കുക. സോ തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ വേണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു മെട്രിക്സിനെ ഫസ്റ്റ് റോയിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് റോയിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടൈം 5 ആണ്. ആ 5 ഇൻറ്റു ഇനി ആ 5 വരുന്ന റോയും കോളവും കളഞ്ഞ് ബാക്കി 4 വാല്യൂവിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ. അപ്പോൾ 3 × 6 18, നടുക്ക് മൈനസ് ആണ്. -5 × 2 -10. സോ 2 നെഗറ്റീവും കൂടെ +10 എന്ന് വരും. അടുത്തതായിട്ട് നെഗറ്റീവ് ഓഫ് -1 ആണ് എടുക്കേണ്ടത്. സോ മൈനസ് ഓഫ് -1 +1 എന്ന് വരും. +1 ഇൻറ്റു ഇനി ഈ ഒരു -1 വരുന്ന റോയും കോളവും കളഞ്ഞ് ബാക്കി 4 വാല്യൂസിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ. സോ അത് 12 - 25 എന്ന് വരും. അടുത്തതായിട്ട് 4 ആണ് എടുക്കേണ്ടത്. +4 ഇൻറ്റു ആ 4 വരുന്ന റോയും കോളവും കളഞ്ഞ് ബാക്കി 4 വാല്യൂവിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ -4 -15 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. സോ ലാസ്റ്റ് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 51 എന്നാണ് കിട്ടുന്നത്. സോ 51 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, നമുക്ക് ഇവിടെ വെച്ച് പറയാൻ പറ്റും കൺസിസ്റ്റൻ്റ് ആണ്. ഇക്വേഷൻ എന്താണ്, കൺസിസ്റ്റൻറ്റുമാണ്. അതുപോലെ തന്നെ യുണീക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഇത്ര ഇവിടെ നമ്മൾ സ്റ്റെപ്പ്. അപ്പോൾ എന്ത് ചെയ്യുക, ഏത് മെട്രിക്സ് തന്നു കഴിഞ്ഞാലും 2/2 ആണെങ്കിലും അല്ലെങ്കിൽ 3/3 ആണ് കിട്ടുന്നതെങ്കിലും ആദ്യമേ എന്ത് ചെയ്യുക, ഡിറ്റർമിനൻ്റ് എ കാൽക്കുലേറ്റ് ചെയ്യുക.
ഇനി ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. അതായത് ഈ കേസ് പോലെ ഇവിടെ വെച്ച് തന്നെ ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് തന്നെ പറയാൻ പറ്റും സിസ്റ്റം എന്താണ്, കൺസിസ്റ്റൻ്റ് ആണ്, യുണീക്ക് സൊല്യൂഷനും ഉണ്ട്. ഇനി ഇവിടെ വെച്ച് കിട്ടുന്നത് നോട്ട് ഈക്വൽ 0 അല്ല, ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ വ്യത്യാസമാണ്. ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല കൺസിസ്റ്റൻ്റ് ആണോ എന്ന്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അഡ്ജ് എ ഇൻറ്റു ബി എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ അഡ്ജ് എ ഇൻറ്റു ബി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്ജ് എ ഇൻറ്റു ബി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് കിട്ടുന്ന മെട്രിക്സ് 0ക്ക് ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത് എങ്കിൽ അവിടെ വെച്ച് എന്ത് പറയാൻ പറ്റും, നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് അല്ല, അതുപോലെ തന്നെ സൊല്യൂഷനും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി സപ്പോസ് കിട്ടുന്ന അഡ്ജ് എ ഇൻറ്റു ബി എന്ന് പറയുന്ന ടേം ഈക്വൽ ടു 0 ആണെങ്കിൽ, അവിടെ വേറൊരു കേസാണ്, അതെന്തായിരിക്കാം, സൊല്യൂഷൻ ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാൻ പറ്റും. 2 പോസിബിലിറ്റിയാണ് ഉള്ളത്. അവിടെ എന്താ, സൊല്യൂഷൻ വേണമെങ്കിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം, 2 ചാൻസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്ത് വെച്ചേക്കുക. ആദ്യമേ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. നോട്ട് ഈക്വൽ 0 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ വെച്ച് തന്നെ പറയാൻ പറ്റും കൺസിസ്റ്റൻ്റ് ആണ്. നോട്ട് ഈക്വൽ 0 എന്നല്ല, ഈക്വൽ ടു 0 എന്നാണെങ്കിൽ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അടുത്ത സ്റ്റെപ്പ് അഡ്ജ് എ ഇൻറ്റു ബി ആണ്. അഡ്ജ് എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ അവിടെയും പറയാൻ പറ്റും സിസ്റ്റം എന്താണ്, കൺസിസ്റ്റൻ്റ് അല്ല, അതുപോലെ തന്നെ സൊല്യൂഷനും ഇല്ല. ഓക്കെ.